KSRTC പാക്കേജിൽ ഗവിക്ക് യാത്ര പോയ 38 അംഗ സംഘം വനത്തിൽ കുടുങ്ങി. ബസ് കേടായതിനെ തുടർന്നാണ് കുട്ടികളടക്കമുള്ളവർ കുടുങ്ങിയത്. 11 മണിക്ക് അറിയിച്ചിട്ടും പകരം ബസ് ഇതുവരെയും എത്തിയിട്ടില്ല എന്ന് യാത്രക്കാർ പറയുന്നു. ചടയമംഗലത്ത് നിന്ന് യാത്ര പോയവരാണ് മൂഴിയാറിൽ വനത്തിൽ കുടുങ്ങിയത്. കുടുങ്ങിയ യാത്രക്കാരെ സുരക്ഷിതമായി കൊണ്ടുവരുമെന്ന് പത്തനംതിട്ട KSRTC കൺട്രോളിംഗ് ഇൻസ്പെക്ടർ രാജീവ് MG പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ഡ്രൈവറാണ് അവിടെ കൊടുക്കുന്നിടം വരെ ഈ വണ്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. അവിടെ വന്ന BTCക്ക് വന്ന ഡ്രൈവർ ഓടിച്ചപ്പോഴാണ് ഈ കംപ്ലൈൻറ്റ് ഉണ്ടായത്. അപ്പോൾ ആ ഡ്രൈവറെ കൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ഡ്രൈവറെ കൊണ്ട് തന്നെ ആ വണ്ടി തിരിച്ച് നമ്മളിവിടെ എത്തിക്കും, ഈ യാത്രക്കാരെ സുരക്ഷിതമായി. അതിന് കംപ്ലൈൻറ്റ് ഇല്ലായിരുന്നു. അത് ആ ഡ്രൈവർ മാറി ഓടിച്ചപ്പോഴത്തുള്ള വിഷയമാണ് അവിടെ സംഭവിച്ചത്. ഈ ഡ്രൈവറെ കൊണ്ട് തന്നെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നന്ദുഷ വിശദാംശം നൽകുന്നു. നന്ദു, ഈ യാത്രക്കാർ മൂഴിയാറിൽ കുടുങ്ങിപ്പോയ സ്റ്റക്കായിപ്പോയ വിവരം അറിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആകുന്നുണ്ട്. എന്ത് നടപടി KSRTC എടുത്തിട്ടുണ്ട്? പകരം ബസ് പുറപ്പെട്ടിട്ടുണ്ടോ? സൈഫുദ്ദീൻ, ഇന്ന് പുലർച്ചെയാണ് 38 പേരടങ്ങുന്ന സംഘം കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തു നിന്നും പത്തനംതിട്ട ജില്ലയിലെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകൾ വിസിറ്റ് ചെയ്യാനായിട്ട് യാത്ര തിരിക്കുന്നത്. അടവി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം ഗവിയിലേക്കുള്ള യാത്രാമധ്യേ മൂഴിയാറിൽ വെച്ചാണ് അവരുടെ ബസ്സിന് യന്ത്രത്തകരാർ സംഭവിക്കുകയും വഴിയിൽ അകപ്പെട്ടു പോവുകയും ചെയ്യുന്നത്. കാടിന് നടുക്കുള്ള ഒരു റോഡിലാണ് ഇവർ പെട്ടുപോയത്. സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും അടക്കമുള്ളവർ അടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ പെട്ടുപോയത്. ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവിയിലായിരുന്നു ക്രമീകരിച്ചത് എന്നതിനാൽ അവർക്ക് യാത്രാമധ്യേ ഭക്ഷണം ഉൾപ്പെടെ മുടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നിരവധി തവണ ഇവർ KSRTC അധികൃതരുമായി ബന്ധപ്പെട്ടത്. യാത്രക്കാർ മാത്രമല്ല, ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഇത്തരത്തിൽ KSRTC അധികൃതരെ വിവരം അറിയിച്ചു. 11 മണിയോടെ വിവരം അറിയിച്ചിട്ട് പോലും 3 മണിയായിട്ടും ഒരു പകരം ബസ് എത്തിച്ച് യാത്രക്കാരെ കാടിന് പുറത്തെത്തിക്കാനോ അല്ലെങ്കിൽ പത്തനംതിട്ട ടൗണിലേക്ക് മാറ്റാനോ ഉള്ള യാതൊരു നടപടികളും KSRTCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നായിരുന്നു യാത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ആക്ഷേപം. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ പത്തനംതിട്ട ജില്ലാ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ രാജീവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് പകരം ബസ് ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ ഒരു KSRTC പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് ഒരു സംഘം ഈ മൂഴിയാറിലെത്തി നടത്തിയ പരിശോധനയിൽ ബസ്സിന് തകരാറുള്ളതായി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. പകരം ഒരു പുതിയ ഡ്രൈവറായിരുന്നു ബസ് ഓടിച്ചിരുന്നത്. ഈ ഡ്രൈവർക്ക് ആ പോയ ബസ്സുമായി അത്ര കണ്ടങ്ങ് പരിചയമില്ല. അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ആ ബസ്സിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായി. പിന്നീട് പത്തനംതിട്ടയിൽ നിന്ന് പോയ പുതിയ ഡ്രൈവർ, അതായത് പകരം ഏർപ്പാടാക്കിയ ഡ്രൈവർ ഈ ബസ്സുമായി വളരെയധികം പരിചയമുള്ള ആളാണ്. അയാളെത്തി ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുകയും 1 മണിക്കൂറിനുള്ളിൽ ഇവരെ പത്തനംതിട്ട ടൗണിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന് KSRTCയുടെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ടൗണിൽ എത്തിച്ച ശേഷം മറ്റൊരു ബസ്സിലായിരിക്കും ഇവരെ തിരികെ ചടയമംഗലത്തേക്ക് കൊണ്ടുപോവുകയെന്നും KSRTC അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മണിക്കൂറുകളായി മഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വനത്തിനുള്ളിൽ പെട്ടുപോയവർ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവർ. അതൊക്കെ തന്നെ KSRTC അധികൃതരുടെ ഒരു അലംഭാവത്തിന്റെ അല്ലെങ്കിൽ ഇത്രയധികം വൈകിപ്പിക്കാതെ തന്നെ ഒരു പരിഹാരം ഇതിന് കണ്ടെത്താമായിരുന്നു എന്നാണ് യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രധാന ആക്ഷേപം. ഏതായാലും പരിഹാരമായിട്ടുണ്ട് എന്ന് തന്നെയാണ് KSRTCയുടെ ഭാഗത്തു നിന്നും